യുദ്ധത്തിന്റെ വാർത്തയിൽ നിന്ന് യഥാർത്ഥ യുദ്ധത്തിന്റെ വാർത്തയിലേക്കൊന്ന് പോകേണ്ടി വരും. കാരണം ഹോർമൂസ് കടലിടുക്ക് വീണ്ടും ഇറാൻ അടച്ചിരിക്കുകയാണ്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച വെടിനിർത്തൽ തീരുമാനം പാളി എന്നുള്ളതാണ്. വീണ്ടും യുദ്ധഭീതിയിലാണ് ലോകം, പ്രത്യേകിച്ച് പശ്ചിമേഷ്യ യുദ്ധഭീതിയിലേക്ക് പോവുകയാണ്. ഹോർമൂസ് കടലിടുക്ക് ഇറാൻ വീണ്ടും അടച്ചിരിക്കുകയാണ്. ഇതിനിടെയായിരുന്നു ഇസ്രായേൽ ലെബനനിലേക്ക് ആക്രമണം നടത്തിയത്. വെടിനിർത്തൽ കരാറിൽ ലെബനൻ ഉൾപ്പെടുന്നില്ല എന്നതായിരുന്നു ഇസ്രായേലിന്റെ അവകാശവാദം. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇറാൻ കടുത്ത നീക്കവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ലോകം വീണ്ടും ഊർജ്ജ പ്രതിസന്ധിയുടെ നാളുകളിലേക്ക് പോകുന്നു എന്നുള്ള ആശങ്ക നിലനിൽക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരുകയാണ്. രഞ്ജിത്ത്, 24 മണിക്കൂർ തികഞ്ഞിട്ടേ ഉള്ളൂ ഈ വെടിനിർത്തൽ പ്രഖ്യാപനത്തിന്. ഇപ്പോൾ വീണ്ടും ഇറാൻ ഹോർമൂസ് കടലിടുക്ക് അടച്ചതോടെ ഇനി അങ്ങോട്ട് വീണ്ടും പശ്ചിമേഷ്യ സംഘർഷത്തിലേക്ക് കടക്കുന്നു എന്ന് തന്നെ കാണേണ്ടി വരില്ലേ? അമേരിക്കയുടെ പ്രതികരണം ഇക്കാര്യത്തിൽ എന്താണ്? തീർച്ചയായും ട്രംപിന്റെ ഏറ്റവും പുതിയ പ്രതികരണം എന്നുള്ളത് അത് നേരത്തെ ഉള്ളതിനേക്കാൾ കുറച്ചുകൂടി ഗൗരവതരമാണ് മഞ്ജുഷ്. ട്രംപ് പറയുന്നത് ലോകം ഇതുവരെ കാണാത്ത വിധമുള്ള യുദ്ധം നിങ്ങൾ കാണാതിരിക്കുന്നതേ ഉള്ളൂ എന്നാണ്. എന്താ ചെയ്യാ, വീണ്ടും മൂഞ്ചിന്ന് ലോകം തന്നെ മൊത്തത്തിൽ മൂഞ്ചാൻ പോകുന്നു പറയുന്നത്. ഇപ്പൊ അനുഭവിക്കാ, വേറെന്താ ചെയ്യാ.